السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഷെയ്ഖ് മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ അൽ കബായിർ എന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. വൻപാപങ്ങളെക്കുറിച്ച് അതിൻ്റെ ഓരോ ഇനങ്ങളും നമ്മൾ മനസ്സിലാക്കി വരികയാണ്. ഹൃദയത്തിന് ബാധിക്കുന്ന രോഗങ്ങൾ അഥവാ ഹൃദയത്തിലുണ്ടാകുന്ന തിന്മകൾ, വൻപാപങ്ങളെക്കുറിച്ചാണ് ഷെയ്ഖ് ഓരോ അധ്യായമായി പ്രത്യേകം തലക്കെട്ടുകളും അതുമായി ബന്ധപ്പെട്ട് വന്ന തെളിവുകളും ഉദ്ധരിക്കുന്നത്. 4 അധ്യായങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അഥവാ ഏറ്റവും വലിയ തിന്മ, ഏറ്റവും വലിയ പാപം, അതിനോടടുത്തത് അങ്ങനെ മൊത്തത്തിൽ തിന്മകളുടെ അപകടം അദ്ദേഹം ഉണർത്തി. ശേഷം ആദ്യമായി ഒരു മനുഷ്യൻ ശരിയാക്കേണ്ടത് ഹൃദയമാണ്. ഹൃദയത്തിന് ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്നും ഹൃദയത്തെ മുക്തമാക്കേണ്ടതുണ്ട് എന്നറിയിക്കുന്ന ചില കാര്യങ്ങളാണ് പിന്നീട് അതിനുശേഷം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഥവാ ഹൃദയത്തിന് ബാധിക്കുന്ന രോഗങ്ങളിൽപ്പെട്ടതാണ് അൽ കിബിർ, അഹങ്കാരം. അതുപോലെ അൽ ഉജുബ്, സ്വന്തത്തെക്കുറിച്ച് അത്ഭുതം കൂറൽ. അഥവാ അവനവൻ്റെ പ്രവർത്തനങ്ങൾ, അവനവൻ്റെ സ്വന്തത്തിലേക്ക് നോക്കി ഞാൻ മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടവനാണ് എന്ന് ഒരാൾ ചിന്തിക്കുക, വിചാരിക്കുക. ഇത് മനസ്സിന്, ഹൃദയത്തിന് ബാധിക്കുന്ന വളരെ വലിയ ഗുരുതരമായ അപകടമാണ്, രോഗമാണ്. അതിനുശേഷം 5-ാമത്തെ അധ്യായമായി അദ്ദേഹം എടുത്തുകൊടുത്തു ബാബുൻ ദിക്റു റിയാഇ വസ്സുംഅതി. ബാബുൻ അധ്യായം, ദിക്റു റിയാഇ വസ്സുംഅതി. റിയാ വസ്സുംഅത്ത്. റിയാ എന്ന് പറഞ്ഞാൽ ലോകമാന്യം, അഥവാ ആളുകളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക. വസ്സുമഅത്ത്, സുമഅത്ത് എന്ന് പറഞ്ഞാൽ ആളുകളുടെ പ്രശംസ കേൾക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുക. ഈ 2 കാര്യങ്ങളും വിശദീകരിക്കുന്ന അധ്യായം. സഹോദരങ്ങളെ, ഈ പറയാൻ പോകുന്ന തിന്മ എന്നത് അഥവാ റിയാഉം സുമഅത്തും എന്നുള്ളത് വളരെ ഗുരുതരമായ അപകടമാണ്. മുമ്പ് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഈ പറയുന്നതും നമ്മൾ ഓരോരുത്തരും ഓടി അകലേണ്ട, രക്ഷപ്പെടേണ്ട കാര്യം തന്നെയാണ്. റിയാ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്നുകൂടി വിശദീകരിച്ചു പറഞ്ഞാൽ, ഒരാൾ ഒരു അമൽ ചെയ്തു, ഒരു ഇബാദത്ത് ചെയ്തു, ഒരു പ്രവർത്തനം ചെയ്തു. ആ പ്രവർത്തനം ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിലുള്ള നിയ്യത്ത് എന്താണ്? ആളുകളെ കാണിക്കണം. അങ്ങനെ ആളുകൾ അയാളിലേക്ക് നോക്കുമ്പോൾ ആ പ്രവർത്തനത്തിന് അയാൾ ഭംഗി കൂട്ടും, നല്ല രൂപത്തിൽ ഒന്നുകൂടി ഉഷാറാക്കിക്കൊണ്ട് ചെയ്യും. അതാണ് റിയാ എന്ന് പറഞ്ഞാൽ. അസുമഅത്ത്, സുമഅത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു പ്രവർത്തനം ചെയ്യും, ഒരു പക്ഷേ ആളുകൾ ആരും കണ്ടിട്ടുണ്ടാവുകയില്ല, പക്ഷേ അയാൾ ഏതെങ്കിലും രൂപത്തിൽ ആളുകളെ അത് അറിയിക്കും. എന്നിട്ട് ആളുകളുടെ പ്രശംസ, പുകഴ്ത്തൽ കേൾക്കാൻ ആഗ്രഹിക്കും. അതല്ലെങ്കിൽ ഒരാൾ ഒരു കർമ്മം ചെയ്യും, ആ കർമ്മം ചെയ്യുമ്പോൾ
അതിന് നേരത്തെ പറഞ്ഞതുപോലെ ഭംഗി കൂട്ടും, അത് നല്ല രൂപത്തിൽ ചെയ്യും. ആളുകൾ ഈ വ്യക്തിയെ പുകഴ്ത്താൻ, പ്രശംസിക്കാൻ, ആളുകളുടെ മദ്ഹ്, പുകഴ്ത്തൽ, പ്രശംസ അത് കേൾക്കലാണ് അയാളുടെ ലക്ഷ്യം. ഇതാണ് സഹോദരങ്ങളെ റിയാ അസ്സുമഅത്ത് എന്ന് പറഞ്ഞാൽ. അഥവാ ആ രണ്ട് വാക്കുകളുടെയും പേരുകൾ പോലെ തന്നെ, ആ വാക്കുകൾ പോലെ തന്നെ അതിൻ്റെ അർത്ഥവുമുണ്ട്. റിയാ എന്ന് പറഞ്ഞാൽ മിനർ റുഇയ, കാണിക്കലാണ്. റുഇയ റഅ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടു. റുഇയ എന്ന് പറഞ്ഞാൽ കാണൽ എന്നാണ് അർത്ഥം. കാണിക്കൽ എന്നാണ് റിയാ കൊണ്ടുള്ള ഉദ്ദേശം. അസ്സുമഅത്ത് എന്ന് പറഞ്ഞാൽ സമഅ്, കേൾവി, കേൾക്കുക അഥവാ കേൾപ്പിക്കുക. ആളുകളെ കൊണ്ട്, ജനങ്ങളെ കൊണ്ട് കേൾപ്പിക്കുക. അയാൾ നല്ല പ്രവർത്തനം ചെയ്തിട്ടുണ്ട്, അതല്ലെങ്കിൽ അയാളുടെ പ്രവർത്തനം വളരെ ഭംഗിയുള്ളതാണ് എന്ന രൂപത്തിൽ കേൾക്കുക, കേൾപ്പിക്കുക, കേൾക്കാൻ ആഗ്രഹിക്കുക. ഈ രണ്ട് കാര്യങ്ങളും റിയാഉം സുമഅത്തും സഹോദരങ്ങളെ നമ്മുടെ അമലുകളെ പൊളിച്ചു കളയും. ഒന്നാമത്തെ കാര്യം, നമ്മുടെ അമലുകളെ പൊളിച്ചു കളയും, നമ്മുടെ കർമ്മങ്ങൾ ഇല്ലാതാക്കി കളയും, നിഷ്ഫലമായി പോകും. കാരണം ഈ പറഞ്ഞ കാര്യം നമ്മുടെ നിയ്യത്ത് മോശമായി പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്ന കാര്യമാണ്. നമ്മുടെ നിയ്യത്ത് ഫസാദായി പോയിട്ടുണ്ട് എന്നത് അറിയിക്കുന്നതാണ് റിയാഉം സുമഅത്തും. അങ്ങനെ ഒരാൾ പ്രവർത്തിച്ചാൽ അയാളുടെ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കുകയില്ല, അയാളുടെ ആ പ്രവർത്തനം പൊളിഞ്ഞു പോകും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവനിൽ പങ്കുചേർത്തുകൊണ്ടുള്ള ഫസാദായി പോയ നിയ്യത്തിൽ നിന്ന് ഉടലെടുക്കുന്ന കർമ്മങ്ങൾ ആവശ്യമില്ല. അല്ലാഹു പറഞ്ഞതായി നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു, അന അഗ്ന ശുറകാഇ അനി ശിർകി മൻ അമില അമലൻ അശ്റക ഫീഹി മഅയ ഗൈരി തറക്തുഹു വശിർകഹു. എന്നിൽ ഷിർക്ക് ചെയ്യപ്പെടുന്ന എല്ലാ ഷിർക്കിൽ നിന്നും ഞാൻ ധന്യനാണ്. അള്ളാഹു പറയുകയാണ്, മൻ അമില അമലൻ, ഒരാളൊരു പ്രവർത്തനം പ്രവർത്തിച്ചു, ഒരു ഇബാദത്ത് ചെയ്തു, അശ്റക ഫീഹി മഅയ ഗൈരി, ആ പ്രവർത്തനം ചെയ്യുമ്പോൾ അതിൽ എന്നോടൊപ്പം ഞാനല്ലാത്തവരെ പങ്കാളിയാക്കുകയും ചെയ്തു, എങ്കിൽ തറക്തുഹു വശിർകഹു, അള്ളാഹു പറഞ്ഞു അവനെയും അവൻ്റെ ഷിർക്കിനെയും ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. അഥവാ നിയ്യത്ത് ഫസാദായി പോയാൽ, ഒരു അമൽ ചെയ്യുമ്പോൾ അതിലെ ഉദ്ദേശശുദ്ധി നഷ്ടപ്പെട്ടു പോയാൽ, റിയാഓ സുമഅത്തോ കടന്നു വന്നാൽ, അതല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള പച്ചയായ ഷിർക്ക് കടന്നു വന്നാൽ, അയാളെയും അള്ളാഹുവിന് ആവശ്യമില്ല, അയാൾ ചെയ്ത പ്രവർത്തനങ്ങളെയും അള്ളാഹുവിന് ആവശ്യമില്ല. ഇപ്പോൾ വലിയ ഷിർക്കാണെങ്കിൽ ഒരാൾ ദീനെന്ന് തന്നെ പുറത്തേക്ക് പോകും, അയാളുടെ എല്ലാ പ്രവർത്തനവും അതുകൊണ്ട് എന്ത് ചെയ്യും? പൊളിഞ്ഞു പോകും. റിയാ സുമഅത്ത് ചെറിയ ഷിർക്കിൽപ്പെട്ട ഈ കാര്യം ഒരാൾ ചെയ്താൽ, ഒരാൾക്ക് സംഭവിച്ചു പോയാൽ, അയാളുടെ ആ പ്രവർത്തനം പൊളിഞ്ഞു പോകും, ആ പ്രവർത്തനം പൊളിഞ്ഞു പോകും. വലിയ ഷിർക്കും ചെറിയ ഷിർക്കും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അഥവാ പണ്ഡിതന്മാർ പറഞ്ഞു, വലിയ ഷിർക്ക് അഥവാ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്തുകൾ സമർപ്പിക്കുക, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക തുടങ്ങി വലിയ ഷിർക്ക് ഒരാൾ ചെയ്താൽ അയാൾ ദീനിൽ നിന്ന് പുറത്തു പോകും. അയാളുടെ പാപങ്ങൾ അള്ളാഹു ദുനിയാവിൽ വെച്ച് അയാൾ തൗബ ചെയ്ത് മടങ്ങിയാലല്ലാതെ പുറത്തു കൊടുക്കുകയില്ല. പരലോകത്ത് അയാൾ ശാശ്വതനായി നരകത്തിലായിരിക്കും, അയാൾക്ക് സ്വർഗം ഹറാമാണ്. ഇതൊക്കെ വലിയ ഷിർക്കിൻ്റെ അനന്തരഫലങ്ങളാണ്. ചെറിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ റിയാഓ സുമഅത്തോ ഒരാളുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ, ഒരാളുടെ പ്രവർത്തനങ്ങളിൽ കടന്നു വന്നാൽ, അയാൾ ദീനിൽ നിന്ന് പുറത്തു പോവുകയില്ല, മറിച്ച് അയാളുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകും. ഒരാൾ നിസ്കരിക്കുമ്പോൾ വേറൊരാൾ അയാളെ ശ്രദ്ധിക്കുന്നുവെന്ന് കാണുമ്പോൾ അയാൾ ഭംഗി കൂട്ടി നിസ്കരിച്ചു, ആ നിസ്കാരം പൊളിഞ്ഞുപോയി. അതാണ് റിയാഇൻ്റെയും സുമഅത്തിൻ്റെയും അപകടം. അല്ലാഹു തആല
നമ്മോട് കൽപ്പിച്ചത് വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, നിഷ്കളങ്കമായി ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുവാനാണ് അവർ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അഥവാ സഹോദരങ്ങളെ, നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇഖ്ലാസോടുകൂടി അമൽ ചെയ്യുക എന്നുള്ളതാണ്. ഇഖ്ലാസിന് വിരുദ്ധമാണ് ഷിർക്ക്. അതുപോലെ റിയാഉം സുംഅത്തും. റിയാ എന്നത് രണ്ട് രൂപത്തിലുണ്ട്. റിയാ എന്നത് രണ്ട് രൂപത്തിലുണ്ട്. റിയാഇന് മലയാളത്തിൽ നമ്മൾ സാധാരണ അർത്ഥം പറയാറുള്ളത് ലോകമാന്യത എന്നാണ്. ലോകമാന്യത, ആളുകളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നതിനാണ് റിയാ എന്ന് പറയുക. ഈ റിയാ രണ്ട് രൂപത്തിലാണ്. ഒന്നാമത്തെ റിയാ മുനാഫിഖുകൾക്ക് ഉണ്ടായിട്ടുള്ള, മുനാഫിഖുകളിൽ ഉണ്ടാവുന്ന റിയാ. അള്ളാഹു പറഞ്ഞില്ലേ, യുറാഊനന്നാസ, അവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അഥവാ തീർത്തും ഹൃദയത്തിൽ ഒരു വിശ്വാസവുമില്ലാതെ മുസ്ലിമീങ്ങളെ കബളിപ്പിക്കാൻ അവർക്കിടയിൽ മുസ്ലിമായി അഭിനയിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ കാണിക്കുവാൻ വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്ന ഖാലിസായ റിയാ, അത് ഒരാളെ ഇസ്ലാമിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകും. കപടവിശ്വാസി മനസ്സിൽ ഒരു വിശ്വാസവുമില്ലാതെ തനിച്ച കപടവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ദീനിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, തീർച്ചയായും മുനാഫിഖുകൾ, കപടവിശ്വാസികൾ നരകത്തിൻ്റെ അടിത്തട്ടിലാകുന്നു. റിയാഇൻ്റെ ഒന്നാമത്തെ ഇനം ഇതാണ്, മുനാഫിഖുകളിൽ സംഭവിച്ചിട്ടുള്ള റിയാ. ഒരു വിശ്വാസവുമില്ല, എന്നാൽ മുസ്ലിമീങ്ങളുടെ കൂടെ അവർ നിസ്കരിക്കുന്നു, അപ്പോൾ അവരെ കബളിപ്പിച്ചു ഇസ്ലാമിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അവരുടെ കൂടെ അങ്ങനെ മുസ്ലിമായി അഭിനയിച്ചുകൊണ്ട് ജീവിക്കുക. രണ്ടാമത്തെ റിയാ, അതാണ് ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന, നമ്മൾ പഠിക്കുന്ന റിയാ. അഥവാ കർമ്മങ്ങളിൽ കടന്നു വരുന്ന റിയാ ആണ്, പ്രവർത്തനങ്ങളിൽ കടന്നു വരുന്ന റിയാ. ആളുകളെ കാണിക്കുവാൻ വേണ്ടി ഒരു കാര്യം ചെയ്യുക, നിസ്കരിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, ഇങ്ങനെയൊക്കെ ഒരാൾ ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ ആളുകൾ തന്നെ ശ്രദ്ധിക്കുന്നു, അതല്ലെങ്കിൽ ആളുകൾ കാണുന്നു എന്ന് മനസ്സിലാക്കിയാൽ അതിനെ ഒന്നുകൂടി ഉഷാറാക്കുക, അത് റിയാ ആണ്. ഷെയ്ഖ് റഹിമഹുല്ല ഈ അധ്യായത്തിൽ ആദ്യമായി ഒരു ആയത്ത്, സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ ആയത്ത്, 110-ാമത്തെ ആയത്താണ് കൊടുത്തിട്ടുള്ളത്. വഖൗലുല്ലാഹി തആല, അല്ലാഹു തആല പറഞ്ഞു, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദാ. ഫമൻ കാന യർജു, ആരാണോ പ്രതീക്ഷിക്കുന്നത്, ലിഖാഅ റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ ലിഖാ, അഥവാ തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ആരാണോ പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, ഫൽ യഅമൽ, അവൻ പ്രവർത്തിച്ചു കൊള്ളട്ടെ, അമലൻ സാലിഹൻ, സാലിഹായ പ്രവർത്തനം, വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദാ, തൻ്റെ റബ്ബിനുള്ള ഇബാദത്തിൽ ഒരാളെയും ഒന്നിനെയും അവൻ പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ. ഈ ആയത്തിൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ, അഥവാ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തൃപ്തി ആരാണോ പ്രതീക്ഷിക്കുന്നത്, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആരാണോ പ്രതീക്ഷിക്കുന്നത്, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ ആരാണോ ഉദ്ദേശിക്കുന്നത്, എന്നിട്ട് സ്വർഗത്തിൽ എത്തിച്ചേർന്ന് അവിടെ അള്ളാഹുവിനെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ, കണ്ടുമുട്ടാൻ ആരാണോ ഉദ്ദേശിക്കുന്നത്, പരലോകത്ത് മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടും, മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ നേരിട്ട് കാണും. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആരാണോ ആഗ്രഹിക്കുന്നത് അവൻ എന്ത് ചെയ്തുകൊള്ളട്ടെ, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊള്ളട്ടെ, അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ. ഈ രണ്ട് കാര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു നമ്മുടെ ദീനിൻ്റെ അസ്ലാണിത്, നമ്മുടെ ദീനിൻ്റെ അടിസ്ഥാനമാണ്.
നമ്മുടെ ദീൻ നിലകൊള്ളുന്നത് ഈ ആയത്തിൽ പരാമർശിച്ച രണ്ട് കാര്യങ്ങൾക്ക് മുകളിലാണ്. ഫല്യഅമൽ അമലൻ സാലിഹൻ, അമലു സാലിഹ് ചെയ്തു കൊള്ളട്ടെ എന്നാണ് അള്ളാഹു പറഞ്ഞത്. അമലു സാലിഹ് എന്ന് പറഞ്ഞാൽ ഒരു കർമ്മം സൽക്കർമ്മമായി തീരണമെങ്കിൽ ഈ പറഞ്ഞ നിബന്ധനകൾ പാലിക്കണം. രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഇഖ്ലാസോടുകൂടി അത് ചെയ്യണം, അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അതുപോലെ റിയാഓ സുമഅത്തോ വരാൻ പാടില്ല. ആളുകളെ കാണിക്കാനോ ആളുകളുടെ പ്രശംസ പുകഴ്ത്തൽ അത് പ്രതീക്ഷിച്ചുകൊണ്ടോ ആവരുത്. രണ്ടാമത്തേത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം. എല്ലാ കർമ്മങ്ങളും നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പഠിപ്പിച്ചോ അവിടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കണം. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിൻ്റെ താല്പര്യവും അർത്ഥവും. അതാണ് അല്ലാഹു തആല ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, ആരാണോ തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നത്, ഫല്യഅമൽ അമലൻ സാലിഹ, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ചെയ്തു കൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, തൻ്റെ റബ്ബിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ. ഷിർക്ക് ചെയ്യാൻ പാടില്ല, സുന്നത്തിന് എതിരായ ബിദ്അത്തും ചെയ്യാൻ പാടില്ല. ഈ രണ്ട് നിബന്ധനകൾ യോജിച്ചാൽ മാത്രമേ നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, ഈ ആയത്ത് ശൈഖ് ഇവിടെ തെളിവായി ഉദ്ധരിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഒരു നിലക്കും പങ്കു ചേർക്കാതെ, കർമ്മങ്ങളിൽ ഒരു നിലക്കും അല്ലാഹു അല്ലാത്തവരെ പ്രതീക്ഷിക്കാതെ, ഇഖ്ലാസോടുകൂടി ഇത്തിബാഅോടുകൂടി നമ്മളൊരു കർമ്മം ചെയ്യണം. അതാണ് നമ്മുടെ ദീനിൻ്റെ അടിത്തറ. രണ്ടാമതായി ശൈഖ് റഹിമഹുല്ലാ അദ്ദേഹം ഹദീസ് ഉദ്ധരിക്കുകയാണ്. അൻ ജുന്ദുബ് ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സമ്മഅ സമ്മഅ അല്ലാഹു ബിഹി വമൻ യുറാഇ യുറാഇല്ലാഹു ബിഹി അഖ്റജാഹു. ജുന്ദുബ് ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മൻ സമ്മഅ, ആരാണോ കേൾപ്പിച്ചത്, ആരാണോ കേൾപ്പിച്ചത്, സമ്മഅ അല്ലാഹു ബിഹി, അല്ലാഹു തആല അയാളുടെ കാര്യവും കേൾപ്പിക്കും. വമൻ യുറാഇ, ആരാണോ കാണിക്കുന്നത്, യുറാഇല്ലാഹു ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയും അയാളുടെ കാര്യങ്ങൾ എടുത്തു കാണിക്കും. അഖ്റജാഹു എന്ന് പറഞ്ഞാൽ ഇമാം അൽ ബുഖാരി റഹിമഹുല്ല അദ്ദേഹവും ഇമാം മുസ്ലിം റഹിമഹുല്ലയും ഉദ്ധരിച്ചു, അവരുടെ സഹീഹുകളിൽ ഉദ്ധരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം, അതിൻ്റെ ഉദ്ദേശം. ഈ ഹദീസ് സഹോദരങ്ങളെ നമ്മെ അങ്ങേയറ്റം പേടിപ്പെടുത്തേണ്ട ഒരു ഹദീസാണ്. മൻ സമ്മഅ, ആരാണോ കേൾപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ആരാണോ ജനങ്ങളുടെ പ്രശംസ ആഗ്രഹിച്ചുകൊണ്ട് അവരെ കേൾപ്പിച്ചത്. നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരാൾ ഒരു അമൽ ചെയ്തു, ഒരു ഇബാദത്ത് ചെയ്തു, ജനങ്ങൾ ആരും കണ്ടിട്ടില്ല, പക്ഷേ ജനങ്ങളെ എങ്ങനെങ്കിലും അത് അറിയിക്കണം എന്ന നിലക്ക് ഏതെങ്കിലും ഒരു നിലക്ക് ആളുകളെ അറിയിക്കും. ജനങ്ങൾ അറിയണം എന്ന നിലക്ക് ഏതെങ്കിലും ഒരു രൂപത്തിൽ ഒരു സൂചന കൊണ്ടെങ്കിലും ജനങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ജനങ്ങളെ അറിയിക്കുക. ഒരാൾ തഹജ്ജുദ് നിസ്കരിച്ചു, ഇപ്പോൾ പിറ്റേന്ന് രാവിലെ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ, ഞാൻ ഇന്നലെ 4:30 മണിക്ക് എഴുന്നേറ്റപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയത്ത് എന്ന് ഈ ഉദ്ദേശത്തിൽ ഒരാൾ പറയുകയാണെങ്കിൽ ആ കർമ്മം നിഷ്ഫലമായി, ആ കർമ്മം പോയി. അതല്ലെങ്കിൽ ഒരാൾ ഒരു അമൽ ചെയ്തു, ആ അമൽ ചെയ്യുമ്പോൾ അയാൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ജനങ്ങൾ പുകഴ്ത്തണം, പ്രശംസിക്കണം, നല്ലത് പറയണം
എങ്കിൽ സമ്മഅ അല്ലാഹു ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾപ്പിക്കും. എന്താണ് സമ്മഅ അല്ലാഹു ബിഹി എന്ന് പറഞ്ഞാൽ? ഖീല മഅന, അതിൻ്റെ അർത്ഥം മൻ സമ്മഅ സമ്മഅ അല്ലാഹു ബിഹി ഐ ഫളഹഹു യൗമൽ ഖിയാമത്തി. ആരെങ്കിലും കേൾപ്പിച്ചാൽ അല്ലാഹു തആല അയാളുടെ ഉള്ളുകള്ളിയും കേൾപ്പിക്കും. അയാളുടെ മനസ്സിലുള്ള നിയത്ത്, മോശമായ ഉദ്ദേശം, ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്നത് ജനങ്ങൾക്ക് മുന്നിൽ അല്ലാഹു കേൾപ്പിക്കും. ഐ ഫളഹഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അയാളെ അല്ലാഹു തആല പരലോകത്ത് വെച്ച് നാണം കെടുത്തി കളയും, അയാളുടെ മുഖം കെടുത്തി കളയും. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആരോരും അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ നിയത്ത് അല്ലാഹു അറിയുന്നുണ്ട്. നാം എന്ത് ഉദ്ദേശത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് റബ്ബ് നന്നായി അറിയുന്നുണ്ട്. നമ്മൾ എത്ര പുറമേക്ക് ഇഖ്ലാസ് അഭിനയിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മോശമായ നിയത്ത് പുറത്തേക്ക് കൊണ്ടുവരും, പുറമേക്ക് കാണിച്ചു കൊടുക്കും, ആളുകൾക്ക് മുന്നിൽ അതെടുത്ത് വഷളാക്കും. അതാണ് ഫളഹഹു യൗമൽ ഖിയാമത്തി വമൻ യുറാഇ വമഅന മൻ യുറാഇ. ആരെങ്കിലും കാണിച്ചാൽ ഐ മൻ അദ്ഹറൽ അമല സാലിഹ ലിന്നാസി ലിയുഅല്ലമ ഇൻദഹും. സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ, ജനങ്ങളുടെ അടുക്കൽ സ്ഥാനം ലഭിക്കണം, അവർ പുകഴ്ത്തണം, അവർ പ്രശംസിക്കണം എന്ന നിലക്ക് ആരെങ്കിലും തൻ്റെ സൽക്കർമ്മങ്ങൾ കാണിച്ചാൽ, അങ്ങനെ ഒരാൾ ഇബാദത്ത് ചെയ്താൽ യുറാഇ ബിഹില്ലാ, അല്ലാഹു അയാളുടെ അവസ്ഥയും എടുത്തു കാണിക്കും. ഖീല മഅനാഹു, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇദ്ഹാറു സരീറതിഹി ലിന്നാസ്, അയാളുടെ രഹസ്യം അല്ലാഹു തആല ജനങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കും. ഈ പറഞ്ഞ രൂപത്തിൽ ഒരാൾ, അയാളുടെ നിയ്യത്ത് ഫസാദാണ്, അയാൾ ഒരു കർമ്മം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് ദുനിയാവാണ്, അതല്ലെങ്കിൽ മറ്റു വല്ലതുമാണ്, അയാളുടെ പ്രവർത്തനത്തിൻ്റെ നിയ്യത്ത് ഫസാദായി പോയിട്ടുണ്ട് എങ്കിൽ എത്ര കണ്ട് ആളുകളെ കേൾപ്പിച്ചാലും ശരി, എത്ര കണ്ട് ആളുകൾക്ക് മുന്നിൽ അഭിനയിച്ചാലും ശരി, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വഷളാക്കി കളയും, അല്ലാഹു തൊലിയുരിച്ച് കളയും. അല്ലാഹു തആല മനസ്സിൻ്റെ ഉള്ളിലുള്ള മോശമായ നിയ്യത്ത് പുറമേക്ക് കൊണ്ടുവരും. നമ്മൾ ആരുടെ മുന്നിൽ ചെന്ന് ഈ പറഞ്ഞ പ്രകടനം കാഴ്ചവെച്ചുവോ അവർക്ക് മുന്നിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അപമാനിക്കും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ അവസ്ഥ? നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. റിയാ, സുമഅത്ത് എന്നത് നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുക എന്നുള്ളത് വളരെ ഗൗരവമാണ്. ഏത് കാര്യമായാലും, നിസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, സദഖയാവട്ടെ, രാത്രി നിസ്കാരമാവട്ടെ, നല്ല സംസാരമാവട്ടെ, ദഅവത്താവട്ടെ, എന്തും നമ്മുടെ നിയ്യത്ത് ശുദ്ധമായിരിക്കണം, നമ്മുടെ നിയ്യത്ത് നന്നായിരിക്കണം. അള്ളാഹു പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. വളരെ വേഗത്തിൽ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് അരിച്ച് കയറി വരുന്ന ഒരു തിന്മയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് സഹാബത്തിനോട് പറഞ്ഞത്, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നു, അങ്ങേയറ്റം ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യമാണിത്. റിയാ, ലോകമാന്യം, ലോകമാന്യത, അതുപോലെ സുമഅത്ത്. ഇത് സഹോദരങ്ങളെ പലപ്പോഴും നമുക്ക് വരാറുള്ള കാര്യമാണ്. നമ്മൾ പോലും അറിയാതെ ഉറുമ്പ് അരിച്ച് കയറുന്നത് പോലെ നിങ്ങളിലേക്ക് ഇത് കടന്നു വരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വളരെ സത്യമാണത്. നമ്മൾ മുന്നിൽ നിസ്കരിക്കുകയാണെന്ന് വിചാരിക്കുക, തൊട്ടു പിന്നിൽ ആരെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ നമ്മളെ കൈ കുറച്ച് ലൂസാണെങ്കിൽ ഒന്ന് ടൈറ്റാവും. അതാണ് റിയാ, അതാണ് റിയാ. നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇങ്ങനെയാണ് ഓതുക. എന്നാൽ ഒരാൾ നമ്മളെ ഇമാമത്ത് നിർത്തിച്ചാൽ ഇതുവരെ ഓതാത്ത രൂപത്തിൽ നമ്മൾ തജ്വീദും ഖുർആനിൻ്റെ നിയമങ്ങളും ഒക്കെ പാലിച്ച് ഓതുകയാണെങ്കിൽ അത് റിയാ ആണ്. എത്ര സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് കടന്നു വരും.
ദിനേന നമ്മൾ അങ്ങേയറ്റം പേടിക്കേണ്ട കാര്യമാണിത്. അങ്ങേയറ്റം പേടിക്കേണ്ട കാര്യമാണ്. ഒന്നല്ലെങ്കിൽ ചെയ്യുമ്പോൾ ഉണ്ടാകും, അതാണ് റിയാ. ചെയ്യുമ്പോൾ ഉണ്ടാകും. അതല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് വരിക. ഇപ്പോൾ സ്വതക്ക കൊടുക്കുമ്പോൾ നല്ല നിയത്തായിരിക്കും. കൊടുത്തങ്ങോട്ട് തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 ആൾ കണ്ടു എന്ന് തോന്നിയാൽ ഒരു പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് വരും, നമ്മൾ നല്ല സ്വതക്ക കൊടുക്കുന്ന ആളാണ് എന്നൊക്കെ ആൾ വിചാരിച്ചോട്ടെ എന്നറിയാതെ കടന്നു വന്നാൽ സഹോദരങ്ങളെ ആ സ്വതക്ക പോയി, ആ പ്രവർത്തനം പോയി കിട്ടി. അതാണ് സുമഅത്ത്. നേരത്തെ പറഞ്ഞില്ലേ, ആരോരും കാണാതെ സൽക്കർമ്മങ്ങൾ ചെയ്യും. പക്ഷേ നേരം പുലരുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ തോന്നും, അത് ആരെങ്കിലും ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, ആരെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ആരെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ. അതുകൊണ്ടാണ് സലഫുകൾ, നമ്മുടെ നല്ലവരായ മുൻഗാമികൾ, കിതാബ് തൗഹീദ് ദർസ് കേട്ട ആളുകളുണ്ടാകും. രാത്രി ഉൽക്ക വർഷത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ഞാനത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ രാത്രി നിസ്കാരത്തിന് എണീച്ചതല്ല. പിന്നെയോ എനിക്ക് തേൾ കുത്തി അതിൻ്റെ വിഷം ബാധിക്കുകയുണ്ടായി, അങ്ങനെ ഞാൻ ഉറക്കം ഒഴിച്ചിരുന്നതാണ്. അപ്പോൾ തന്നെ അത് പറഞ്ഞു കൊടുത്തു. ആളുകൾ ചിലപ്പോൾ രാത്രി ആ സമയത്ത് എഴുന്നേറ്റതായി കണ്ടാൽ ഒരുപക്ഷെ അവർ തെറ്റിദ്ധരിക്കും എന്നത് ഭയന്ന് അപ്പോൾ തന്നെ പറഞ്ഞു, അറിയുക ഞാൻ നിസ്കാരത്തിലായിരുന്നില്ല, വലാകിന്നി ലുദിഗ്തു, മറിച്ച് എനിക്ക് വിഷബാധയേറ്റതാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അതാണ് സലഫുകൾ. നമ്മൾ ഒരുപക്ഷെ ആദ്യ ഭാഗം പറയും, പക്ഷെ രണ്ടാമത്തെ ഭാഗം പറയാൻ ഒരുപക്ഷെ നമ്മുടെ മനസ്സ് സമ്മതിക്കുകയില്ല. സഹോദരങ്ങളെ, ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വളരെ പെട്ടെന്ന് പിടികൂടുന്ന ഒരു രോഗമാണിത്. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ പോലും, നിയത്ത് നന്നാക്കണമെന്ന് പറയുമ്പോൾ പോലും എൻ്റെ മനസ്സിൽ നിയത്ത് ഫസാദാവാനുള്ള എല്ലാ കാര്യങ്ങളും കടന്നു വരുന്നുണ്ട്. യാതൊരു സംശയമില്ല, നമ്മളെല്ലാവരെയും പിടികൂടും, എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണിത്. ഇതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിപ്പോയാൽ ഒരുപക്ഷെ ആ പറഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ച് എൻ്റെ മനസ്സിൽ വല്ല അത്ഭുതവും ഉണ്ടായാൽ അതോടുകൂടി കഴിഞ്ഞു. നമ്മളെല്ലാവരെയും പിടികൂടുന്ന കാര്യമാണ്. പക്ഷേ ആ പിടികൂടുന്ന സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാവണം. അതിനാണ് അള്ളാഹുവിനോട് തൗഫീഖിനെ ചോദിക്കേണ്ടത്. അവിടെ നമുക്കത് തിരിച്ചറിയാൻ സാധിച്ചാൽ നമ്മുടെ കർമ്മങ്ങൾ സൂക്ഷിക്കാൻ, സംരക്ഷിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. അതല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുമെന്നുള്ളതാണ്. ഏത് പ്രവർത്തനങ്ങളിലും സഹോദരങ്ങളെ നമ്മൾ അങ്ങേയറ്റം ഭയപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ അധ്യായത്തിൽ നോക്കൂ, മുഅ്മിനീങ്ങൾ എത്ര കണ്ട് ചെയ്യുമ്പോഴും അവർക്ക് പേടിയുള്ളത് ഇതുകൊണ്ടാണ്. പൊളിച്ചു കളയാൻ, ഈ കർമ്മങ്ങൾ തകർന്നു പോവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാരണങ്ങൾ നമ്മുടെ പിന്നാലെ തന്നെയുണ്ട്. അതുകൊണ്ട് ഈമാൻ വർദ്ധിക്കുമ്പോൾ ഭയവും വർദ്ധിക്കും. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയപ്പാടുണ്ടാകും. ഈ റിയാ, സുമഅത്ത് എന്നത് ഏത് സമയത്തും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമാണ്. സഹോദരങ്ങളെ, സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, പ്രത്യേകിച്ച് പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണാം, ഈ കാലത്ത് പഴയ കാലത്തില്ലാത്ത രൂപത്തിൽ നമ്മുടെ നിയ്യത്തിനെ തകർക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് ഇബാദത്തിൻ്റെ സന്ദർഭങ്ങൾ, ഉംറക്ക് പോയാൽ, ഹജ്ജിന് പോയാൽ അവിടെ നിന്ന് ഇഹ്റാമിലാകുമ്പോൾ ഒരു ഫോട്ടോ, തവാഫ് ചെയ്യുമ്പോൾ വേറൊരു ഫോട്ടോ, സഈൻ്റെ ഇടയിലൊരു ഫോട്ടോ, എല്ലാം കഴിഞ്ഞ് മൊട്ടയടിച്ചാൽ ഒരു ഫോട്ടോ, എല്ലാം സ്റ്റാറ്റസിൽ ആളുകളെ കാണിക്കുകയാണ്. ആരുടെയും നിയ്യത്ത് അളക്കാൻ നമ്മൾ ആളല്ല. പക്ഷേ പണ്ഡിതന്മാർ പറയുകയാണ്, അത് നമ്മുടെ നിയ്യത്തിനെ പൊളിച്ചു കളഞ്ഞേക്കാം, നമ്മുടെ നിയ്യത്തിനെ തകർത്ത് കളഞ്ഞേക്കാം. അതിലേക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല, ചില ആളുകൾ കഅബയുടെ നേരെ തിരിഞ്ഞ് ദുആ ചെയ്യുന്നത് പോലെ കൈകൾ വെക്കും, എന്നിട്ട് മറ്റേയാളോട് ഫോട്ടോ എടുക്കാൻ പറയും. കാപട്യമാണ്. ദുആ ചെയ്തോ? ഇല്ല. ദീനിനെ പരിഹസിക്കലാണ്. ഒരു വേള ഇസ്ലാം ഒന്ന് പുറത്തേക്ക് പോകും. ആളുകൾ കാണുമ്പോൾ ഇയാൾ ഭക്തിയോടെ പ്രാർത്ഥിക്കുകയാണ്. ഫോട്ടോയിൽ കാണുമ്പോൾ നല്ല ഭക്തിയോടുകൂടി ഇങ്ങനെ കണ്ണുമൊഴിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാകും. ഇതാണ് ഫോട്ടോയിട്ട് ജനങ്ങൾ കാണുക. അപ്പോൾ ആളുകൾ വിചാരിക്കും സാധു വളരെ ഇഖ്ലാസോടുകൂടി പ്രാർത്ഥിക്കുന്നത് ആരെങ്കിലും ഫോട്ടോ എടുത്തായിരിക്കും, എന്നിട്ട് മൂപ്പർക്ക് കിട്ടിയായിരിക്കും, എടുപ്പിച്ചതാണ് ഇപ്പുറത്ത്. ഇങ്ങനെ പല സന്ദർഭങ്ങളും കാണാം. മുൻഗാമികൾ പറഞ്ഞതുപോലെ നിന്റെ തിന്മകൾ നീ എപ്രകാരം മറച്ചു വെക്കുന്നുവോ അപ്രകാരം നീ നിന്റെ നന്മകൾ മറച്ചു വെക്കുക. നിന്റെ തിന്മകൾ നീ എപ്രകാരം മറച്ചു വെക്കുമോ അപ്രകാരം നീ നിന്റെ നന്മകളും മറച്ചു വെക്കുക. ഒരാളും കാണാത്ത നന്മകളാണോ? അൽഹംദുലില്ലാ, ഒരാളെയും കാണിക്കേണ്ടതില്ല, അറിയിക്കേണ്ടതില്ല. തിന്മകൾ നമ്മൾ പുറത്തു പറയാൻ മടിക്കുമല്ലോ, അതേപോലെ ആയിരിക്കണം നന്മകളും. ആളുകൾ കണ്ടാൽ കണ്ടു, ഒന്നും ചെയ്യാൻ പറ്റൂല.
കാണാത്ത കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, അത് നമ്മൾ സൂക്ഷിച്ച്, അതാണ് നമുക്ക് കൂടുതൽ ഉപകാരപ്പെടുക. കാരണം എന്താ, ഇഖ്ലാസോടുകൂടി നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നത് ആളുകൾ കാണാത്ത അമലുകളാണ്. ആളുകൾ കാണുന്ന അമലുകൾ പലപ്പോഴും ഇതുപോലെ എന്തെങ്കിലും കളങ്കങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. കാണാത്ത കർമ്മങ്ങൾ, ആരും കാണാതെ നമ്മൾ ചെയ്ത നിസ്കാരമാവട്ടെ, ദിക്റുകളാവട്ടെ, സ്വലാത്താവട്ടെ, സ്വതക്കകളാവട്ടെ, ഏത് കർമ്മവുമാവട്ടെ, അത് മറച്ചു വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഒരാളോട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ, ഞാൻ രാത്രി എഴുന്നേറ്റ് എന്നിട്ട് തഹജ്ജുദ് നിസ്കരിച്ചു എന്നിട്ടിങ്ങനെ ദുആ ചെയ്യുമ്പോൾ എനിക്കൊരു സംശയം, അങ്ങനെ വേണ്ടതില്ല. സംശയം സാധാരണ രൂപത്തിൽ ചോദിച്ചാൽ മതി. അതല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ കർമ്മങ്ങൾ എടുത്തെടുത്ത് പറയരുത്. പലപ്പോഴും അറിയാത്തത് കൊണ്ടായിരിക്കാം ആളുകൾ ചിലപ്പോൾ മറ്റുള്ളവരോട് പറയുമ്പോൾ വളരെ വിശാലമായി പറയുന്നതായി കാണാം. ഇപ്പം കേൾക്കുന്നവർക്ക് തന്നെ ചിലപ്പോൾ തോന്നും, ഇയാൾ ഭയങ്കര ആബിദാണല്ലോ, അത് അയാളോട് പറയും കൂടി ചെയ്താൽ കഥ കഴിഞ്ഞു. അപ്പം അത് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. ആളുകൾക്ക് മുന്നിൽ ആളുകളെ അറിയിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നന്മകൾ രഹസ്യമാക്കി വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നന്മകൾ നമ്മൾ എത്ര കൊടുത്തു, എത്ര വാങ്ങി, ഒന്നും അറിയിക്കാതിരിക്കുക. ആളുകളെ അറിയിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നത് നമ്മുടെ ഇഖ്ലാസ് നിലനിർത്താൻ സഹായിക്കുന്ന കാര്യമാണ്. നമ്മുടെ ഇഖ്ലാസ് പൊളിഞ്ഞു പോയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നമ്മെ വഷളാക്കി കളയുമെന്നാണ്. അള്ളാഹു ഖിയാമത്ത് നാളിൽ ഈ കാണിച്ച കാപട്യം ജനങ്ങൾക്ക് മുന്നിൽ വെളിവാക്കും, പ്രകടമാക്കും. അന്ന് ആളുകൾക്ക് മുന്നിൽ വഷളായി നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായ അവസ്ഥയാണ്. മാത്രമല്ല ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇദ്ഹബു ഇലല്ലദീന കുൻതും തുറാഊന ഫിദ്ദുനിയ ഫൻദുറു ഹൽ തജിദൂന ഇൻദഹും ജസാഅൻ. നിങ്ങൾ ആരെയാണോ കാണിച്ചത്, ആരെ കാണിക്കാൻ വേണ്ടിയാണോ ദുനിയാവിൽ നിങ്ങൾ പ്രവർത്തിച്ചത്, അവരുടെ അടുക്കൽ നിങ്ങൾക്ക് പ്രതിഫലം വല്ലതുമുണ്ടോ എന്ന് പോയി നോക്കുക എന്ന് പറഞ്ഞ് അവരിലേക്ക് അള്ളാഹു അയക്കുമെന്നാണ്. എല്ലാവരും അവനവൻ്റെ കാര്യവും നോക്കി നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് നിൽക്കുന്ന സന്ദർഭത്തിൽ സഹോദരങ്ങളെ, ആളുകളുടെ അടുക്കൽ പോയി നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിച്ചത്, അതുകൊണ്ട് എനിക്ക് പ്രതിഫലം തരൂ എന്നെങ്ങനെ ചോദിക്കാൻ നമുക്ക് സാധിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് അപമാനിക്കുന്ന രൂപമാണിത്. ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ ചെയ്തത് അവരോട് പോയി ചോദിക്കൂ എന്ന് റബ്ബ് പറയുമെന്നാണ്. അവിടെ അള്ളാഹു കാരുണ്യം ചെയ്താൽ, അള്ളാഹു പ്രതിഫലം നൽകിയാൽ, അള്ളാഹു നമ്മെ തൃപ്തിപ്പെട്ടാൽ അതാണ് വിജയം. നമ്മുടെ നിയ്യത്ത് എന്നത് അമൂല്യമായ കാര്യമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് വളരെ മഹത്തരമാണ്. മൻ സമ്മഅ സമ്മഅ അല്ലാഹു ബിഹി. ആരെങ്കിലും കേൾപ്പിച്ചാൽ അല്ലാഹു തആല അയാളുടെ കാര്യവും അയാളെക്കുറിച്ചും കേൾപ്പിക്കും. അഥവാ ഫളഹഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അയാളെ വഷളാക്കി കളയും, അയാളുടെ തൊലി ഉരിച്ചു കളയും, അയാളുടെ തനിനിറം പുറത്തേക്ക് കൊണ്ടുവരും. വമൻ യുറായി, ആരെങ്കിലും കാണിച്ചാൽ അഥവാ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്താൽ, യുറാ ഇല്ലാഹു ബിഹി, ജനങ്ങളെ കാണിക്കാൻ, ജനങ്ങളുടെ അടുക്കൽ സ്ഥാനം ലഭിക്കാൻ, ജനങ്ങൾ ആബിദാണെന്ന് പറയാൻ, ജനങ്ങൾ ഇയാൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ് എന്ന് പറയാൻ, അങ്ങനെ ജനങ്ങളുടെ അടുക്കൽ സ്ഥാനവും അങ്ങനെയുള്ള കാര്യങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെക്കുറിച്ചും ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും. അഥവാ ഇദ്ഹാറു സരീറതിഹി ലിന്നാസ്, അയാളുടെ രഹസ്യം ജനങ്ങൾക്ക് അല്ലാഹു വെളിപ്പെടുത്തി കൊടുക്കും എന്നാണ്. അല്ലാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അടുത്തതായി ഷെയ്ഖ് റഹിമഹുല്ലാ മറ്റൊരു ഹദീസ് ഉദ്ധരിക്കുകയാണ്. വലഹുമ, അഥവാ ഇമാം അൽ ബുഖാരി റഹിമഹുല്ലയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണിത്. അൻ ഉമർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്തത്. വളരെ പ്രസിദ്ധമായ ഹദീസാണിത്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിന്നിയാത്തി, തീർച്ചയായും അമലുകൾ, കർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിഗണിക്കപ്പെടുക. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ,
ഓരോരുത്തരും എന്താണോ നിയ്യത്താക്കിയത്, ഉദ്ദേശിച്ചത്, അതുമാത്രമാണ് അവർക്ക് ലഭിക്കുക. സഹോദരങ്ങളെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്നമൽ അഅ്മാലു ബിന്നിയാതി, തീർച്ചയായും കർമ്മങ്ങൾ, അമലുകൾ പരിഗണിക്കപ്പെടുക നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാകുന്നു. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോരുത്തരും ഓരോ മനുഷ്യനും എന്താണോ നിയ്യത്താക്കിയത് അതുമാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ. ഈ ഹദീസ് സഹോദരങ്ങളെ വളരെ പ്രസിദ്ധമായ ഹദീസാണ്. ഇമാം അന്നവവി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അൽ അർബഊൻ എന്ന കിതാബിൽ ആദ്യമായി ഉദ്ധരിച്ച ഹദീസാണിത്. ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഒന്നാമതായി എടുത്തു കൊടുത്ത ഹദീസാണിത്. ഒരുപാട് പണ്ഡിതന്മാർ അവരുടെ കിതാബുകൾ ആരംഭിച്ചത് ഈ ഹദീസ് കൊണ്ടാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ആദ്യം നിയ്യത്ത് നന്നാക്കണം എന്നത് സൂചിപ്പിക്കുന്ന, എന്നതറിയിക്കുന്ന ഹദീസാണ് ഈ ഹദീസ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് കൊണ്ട് കിതാബ് ആരംഭിക്കുക എന്നത് പല പണ്ഡിതന്മാരും സ്വീകരിച്ച മാതൃകയായിരുന്നു, ചര്യയായിരുന്നു. വളരെ മഹത്തരമായ ഒരു ഹദീസാണിത്. മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മുടെ ദീനിൻ്റെ, ഇസ്ലാമിൻ്റെ ഉസൂൽ, അടിസ്ഥാനം ഈ ഹദീസിന്മേലാണ് നിലകൊള്ളുന്നത്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലയുടെ ആശയം, അർത്ഥമാണ് ഈ ഹദീസിലെ ആശയം. ഒരു മനുഷ്യൻ തൻ്റെ നിയ്യത്ത് നന്നാക്കണം, എങ്കിൽ മാത്രമേ കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുകയുള്ളൂ, അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നറിയിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണിത്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിൻ്റെ ബാക്കി നമുക്ക് കാണാം, ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, ആരാണോ അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും ഹിജ്റ പോയത്, ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അവരുടെ ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ്. അഥവാ അള്ളാഹുവിൻ്റെ വജു ഉദ്ദേശിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് അങ്ങനെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി ആരാണോ ഹിജ്റ ചെയ്തത്, പലായനം ചെയ്തത്, അവൻ യഥാർത്ഥ ഹിജ്റയാണ് ചെയ്തിട്ടുള്ളത്. വമൻ കാനത് ഹിജ്റതുഹു ഇലാ ദുനിയ, ഇനി ആരെങ്കിലും ദുനിയാവിൻ്റെ കാര്യത്തിലേക്കാണ്, ഔ ഇലാ ഇംറഅത്തിൻ യൻകിഹുഹ, അതല്ലെങ്കിൽ അവിടെ പോയാൽ തനിക്ക് ഏതെങ്കിലും സ്ത്രീയെ വിവാഹം ചെയ്യാം, കച്ചവടം ചെയ്യാം, കച്ചവട സാധ്യതയുണ്ട്, ഭൗതികമായ നേട്ടങ്ങളുണ്ട് എന്ന് കരുതിയിട്ടാണ് പോയത് എങ്കിൽ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, താൻ എന്തിനാണോ പോയത് അതിലേക്കാണ് അവൻ്റെ ഹിജ്റ എന്ന് പറഞ്ഞാൽ അള്ളാഹു അത് പരിഗണിക്കുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഹദീസ് സഹോദരങ്ങളെ പഠിപ്പിക്കുന്നത്, റിയാഓ സുമഅത്തോ ഇല്ലാതെ നമ്മളൊരു അമൽ ചെയ്താൽ അത് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ഓരോരുത്തരുടെയും മനസ്സിലുള്ള നിയ്യത്ത് എന്താണോ അത് മാത്രമേ അവർക്ക് കിട്ടുകയുള്ളൂ. ഒരാൾ ഒരു കർമ്മം ചെയ്യുന്നു, അയാളുടെ ഉദ്ദേശം, മനസ്സിലുള്ള നിയ്യത്ത് അള്ളാഹുവിൻ്റെ വജുഹാൻ, റബ്ബിനു വേണ്ടി മാത്രമാണ് എങ്കിൽ ആ അമൽ അള്ളാഹുവിനുള്ളതാണ്. അതല്ല, ഇനി ഒരാൾ കർമ്മങ്ങൾ ചെയ്യുന്നു, ആളുകൾ കാണണം, ആളുകൾ എന്നെ പുകഴ്ത്തണം എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ അതാണ് അയാൾക്ക് ലഭിക്കുക. എന്ന് പറഞ്ഞാൽ അയാളുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും, അയാളുടെ ആ കർമ്മം പൊളിഞ്ഞു പോകുമെന്ന് ചുരുക്കം. അള്ളാഹുവിന് അത്തരത്തിലുള്ള ഇബാദത്തുകൾ, കർമ്മങ്ങൾ ആവശ്യമില്ല. നേരത്തെ നമ്മൾ കേട്ടില്ലേ, അന അഗ്ന ശുറകാഇ അനി ശിർക്ക്, അള്ളാഹു പറഞ്ഞതാണ്. അള്ളാഹുവിന് ഷിർക്ക് കലർന്ന ഒരു കർമ്മവും ആവശ്യമില്ല. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കുചേർത്തുകൊണ്ട് വല്ല അമലും ചെയ്താൽ ചെയ്തവനെയും അവൻ്റെ പ്രവർത്തനത്തെയും അള്ളാഹു ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ്. അത് സഹോദരങ്ങളെ
വളരെ ഗുരുതരമായ അപകടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നിയ്യത്ത് നന്നാക്കുക എന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിയ്യത്തിനെക്കുറിച്ച്, അതിനെ ചികിത്സിച്ച് നന്നാക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് നമ്മുടെ നല്ലവരായ മുൻഗാമികൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമുക്കത് വായിക്കാം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ നിയ്യത്തിൻ്റെ സ്ഥാനം ഹൃദയമാണ്. ഈ ഹദീസിൽ മറ്റൊരു മഹത്തായ ഗുണപാഠമുണ്ട്. നിയ്യത്തിൻ്റെ സ്ഥാനം ഹൃദയമാണ്, നാവല്ല. ഒരാൾ നാവ് കൊണ്ട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, മനസ്സാണ് നിയ്യത്തിൻ്റെ സ്ഥാനം. അതുകൊണ്ട് തന്നെ ഏതൊരു ഇബാദത്തും നമ്മൾ ചെയ്യുമ്പോൾ നിയ്യത്ത് ചൊല്ലിപ്പറയലില്ല. നിസ്കരിക്കുന്ന സമയത്ത് ഉസല്ലി ഫർള ദുഹ്രി 4 റക്അത്ത് എന്ന് പറഞ്ഞ് നിയ്യത്ത് പറയലില്ല. കാരണം എന്താ? ഒരാൾ അങ്ങനെ പറഞ്ഞു എന്നിട്ട് നിസ്കരിച്ചു, നേരത്തെ പറഞ്ഞതുപോലുള്ള ചിന്ത കടന്നു വന്നു, ഇബാദത്ത് ഫസാദായി പോവും. പറഞ്ഞതുകൊണ്ട് നിയ്യത്താവുമെങ്കിൽ ഫസാദാവാൻ പാടില്ലായിരുന്നു. പറയലല്ല കാര്യം, മനസ്സിൻ്റെ കരുതലാണ്. അതുപോലെ റമദാനിൽ നോമ്പ്, നാളത്തെ നോമ്പ് ഞാൻ നിയ്യത്താക്കിയിരിക്കുന്നു, നവൈതു സൗമഗദിൻ എന്ന് പറഞ്ഞുള്ള നിയ്യത്ത് ചൊല്ലിപ്പറയലില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരൊറ്റ ഹദീസ് നമുക്ക് ആ വിഷയത്തിൽ കാണാൻ കഴിയില്ല. ഈ പറഞ്ഞ നിയ്യത്തൊന്നും ഹദീസിൻ്റെ കിതാബുകളിൽ വന്ന വാക്കുകൾ ആയി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ട്? നിയ്യത്തിൻ്റെ സ്ഥാനം നാവല്ല, മറിച്ച് ഖൽബാണ്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാർത്ഥം അൽ ഖസ്ദ്, ഉദ്ദേശിക്കൽ എന്നാണ്, കരുതൽ എന്നാണ്. കരുതൽ എങ്ങനെ? നാവ് കൊണ്ടാണോ? അല്ല, കരുതൽ മനസ്സുകൊണ്ടാണ്. അതുകൊണ്ടാണ് നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാകുന്നു കർമ്മങ്ങൾ എന്ന് പറയാനുള്ള കാരണം. നാവ് കൊണ്ട് പറഞ്ഞതുകൊണ്ട് നിയ്യത്ത് ശരിയാവണം എന്നില്ല. അങ്ങനെ ഒരു കാര്യം ദീനിലില്ല, സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. നമ്മുടെ നിയ്യത്ത് നന്നാക്കാൻ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ സുദീർഘമായ ഒരു ഹദീസ് കൂടി അദ്ദേഹം ആ ബാബിൽ ഉദ്ധരിക്കുന്നുണ്ട്. അഥവാ പരലോകത്ത് നിയ്യത്ത് ഫസാദായി പോയ ആളുകളെ അള്ളാഹു മുഖം കെടുത്തുന്ന, വഷളാക്കുന്ന സന്ദർഭമാണ് ആ ഹദീസിൽ ഉള്ളത്. 3 പ്രധാനപ്പെട്ട മഹത്തായ ഇബാദത്തുകൾ ചെയ്തു, പക്ഷെ നിയ്യത്ത് ഫസാദായിപ്പോയി. അങ്ങനെയുള്ളവർ പരലോകത്ത് വന്നപ്പോൾ അവിടെ അള്ളാഹു അവരോട് പറയുന്ന വാക്കുകൾ എങ്ങനെയാണ്? ഒരാളെ അള്ളാഹു ഈ പറഞ്ഞ റിയാഇൻ്റെ സുമഅത്തിൻ്റെ പേരിൽ പരലോകത്ത് അപമാനിക്കുക എന്നത് വിവരിക്കുന്ന ഹദീസാണത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമുക്കത് വായിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെയും നിയ്യത്ത് നന്നാക്കി നൽകുമാറാവട്ടെ. ഹൃദയത്തിന് ബാധിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിനു വേണ്ടി മാത്രമാക്കി ഇബാദത്തുകൾ ചെയ്യാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വഅഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.